നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾ എന്ന് പറയപ്പെടുന്നത് ബി.ജെ.പിക്ക് ഒറ്റക്കക്ഷിയായി ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ആശങ്കയാണ്. 272 സീറ്റിലേക്ക് എത്താൻ കഴിയാതായി പോയി എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ 272ലേക്ക് എത്തുന്നതിന്, ആ നമ്പർ തികയ്ക്കുന്നതിനും ഒപ്പം തന്നെ ഭരണം പിടിക്കുന്നതിനുമുള്ള ശ്രമം നടന്നത് പല ഘടകകക്ഷികളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. പക്ഷേ അപ്പോൾ ആ ഘടകകക്ഷികൾ വിലപേശൽ തന്ത്രം പുറത്തേക്കെടുത്തു. അത് നിതീഷ് കുമാർ ആണെങ്കിലും ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ഒക്കെ അങ്ങനെ ചില വിലപേശൽ തന്ത്രങ്ങൾ എടുത്തിരുന്നു. പക്ഷേ ബി.ജെ.പി അതിനൊന്നും വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ സ്പീക്കർ സ്ഥാനം ചോദിച്ചുകൊണ്ട് പലപ്പോഴും ടി.ഡി.പി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ടി.ഡി.പിക്ക് എന്തായാലും സ്പീക്കർ സ്ഥാനം ലഭിക്കില്ല, കൊടുക്കില്ല എന്ന് തന്നെയാണ് ബി.ജെ.പി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആന്ധ്രാക്കാർ തന്നെയായിരിക്കും സ്പീക്കറാകുന്നത്. കുടുംബക്കാർ വരുന്നതിൽ നായിഡുവിനും സന്തോഷമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ നിശ്ചയിച്ചതിന് പിന്നാലെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സ്പീക്കർ ആരായിരിക്കുമെന്നുള്ള ചർച്ചകൾ വല്ലാതെ മുറുകുന്നുണ്ട്. ബി.ജെ.പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ജെ.ഡി.യു, ടി.ഡി.പി തുടങ്ങിയ സഖ്യകക്ഷികൾ എല്ലാം തന്നെ സ്പീക്കർ പദവിക്കായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. എന്നാൽ മന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പ് വിഭജനത്തിലും സ്വീകരിച്ച കടും പിടുത്തം സ്പീക്കറുടെ കാര്യത്തിലും ബി.ജെ.പി തുടർന്നേക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെ തന്നെ ചെയ്യാൻ കഴിയൂ. മൊത്തം 28 ലോക്സഭാ സീറ്റുകളുള്ള ടി.ഡി.പിയും ജെ.ഡി.യുവും സ്പീക്കർ സ്ഥാനം ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു സാഹസത്തിന് മുതിരേണ്ടതില്ല എന്ന് തന്നെയാണ് ബി.ജെ.പി തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ബി.ജെ.പിയിൽ നിന്ന് തന്നെ ഒരു പ്രമുഖ നേതാവ് വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയേക്കും. അതാരായിരിക്കും? തിരഞ്ഞെടുപ്പിന് ശേഷം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പാർലമെൻറ്റ് അംഗങ്ങൾക്ക്, അതായത് നമ്മുടെ പാർലമെൻറ്റ് എംപിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതി ഒരു പ്രോട്ടേം സ്പീക്കറെ നിയമിക്കും. ഇതിനുശേഷം കേവല ഭൂരിപക്ഷത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ പുതിയ ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നു. അതായത് ലോക്സഭാ സ്പീക്കറാകാൻ സഭയിലെ പകുതിയിലധികം അംഗങ്ങളും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നർത്ഥം. ബി.ജെ.പി നേതാക്കളായിട്ടുള്ള സുമിത്ര മഹാജനും ഓം ബിർളയുമായിരുന്നു കഴിഞ്ഞ 2 ലോക്സഭകളിലും സ്പീക്കറായിരുന്നത്. മുമ്പത്തെ 2 ടേമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രധാനമന്ത്രി മോദിയുടെ 3ാം ടേം എന്ന് പറയപ്പെടുന്നത് സഖ്യകക്ഷികളായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ആശ്രയിച്ചാണ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിനുള്ള പിന്തുണ തുടരാൻ 2 പ്രാദേശിക പാർട്ടികളും സ്പീക്കർ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. മന്ത്രിസഭാ രൂപീകരണത്തിൽ അർഹമായിട്ടുള്ള പരിഗണന ലഭിച്ചില്ല എന്നുള്ള പരാതിയിലും ഈ ഇരുവർക്കും അത്തരത്തിലൊരു പരാതിയുമുണ്ട്. നായിഡുവിൻ്റെ ടി.ഡി.പിക്കും കുമാറിൻ്റെ ജെ.ഡി.യുവിനും കേന്ദ്ര സർക്കാരിൽ 2 വീതം ബർത്താണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, 2 മന്ത്രിസ്ഥാനം. ഇരുവരും 5ലേറെ മന്ത്രിസ്ഥാനമായിരുന്നു ഇവരോടൊപ്പം ചോദിച്ചിരുന്നത്. അതിനിടെയാണ് ലോക്സഭാ സ്പീക്കറെ ടി.ഡി.പിയിൽ നിന്നോ മറ്റേതെങ്കിലും എൻ.ഡി.എ സഖ്യകക്ഷികളിൽ നിന്നോ തിരഞ്ഞെടുക്കണമെന്ന് ആം ആദ്മി പാർട്ടി രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. എൻ.ഡി.എ സർക്കാരിൽ ടി.ഡി.പിക്ക് സ്പീക്കർ സ്ഥാനം ഉണ്ടാകണം. ബി.ജെ.പി സർക്കാർ അല്ലെങ്കിൽ ബി.ജെ.പി സർക്കാർ വരുമ്പോൾ ബി.ജെ.പി സ്പീക്കർ പാർലമെന്ററി പാരമ്പര്യത്തിന് എതിരായിരിക്കും. മോദി രണ്ടാം മുന്നണിയിൽ 150 എംപിമാരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആളുകൾ അധികാരത്തിൽ തുടരാൻ ചെറിയ പാർട്ടികളെ തകർക്കും എന്നായിരുന്നു സിംഗ് എന്ന് പറഞ്ഞത്. അതേസമയം ലോക്സഭാ സ്പീക്കറായിട്ട് ഓം ബിർള തുടരുമെന്നാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ അത് നടക്കുമോ എന്നറിയില്ല. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ കോട്ടായിൽ നിന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് ബിർള വീണ്ടും വിജയിച്ചു വന്നിട്ടുണ്ട്. സ്പീക്കർ സ്ഥാനത്തേക്ക് എത്താവുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് ദഗുപതി പുരന്ദരേശ്വരിയുടേതാണ്. ടി.ഡി.പി സ്ഥാപകനായിട്ടുള്ള എൻ.ടി രാമറാവുവിൻ്റെ മകളായിട്ടുള്ള ദഗുപതി പുരന്ദരേശ്വരി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ബി.ജെ.പി നേതാവും സംസ്ഥാന പാർട്ടി അധ്യക്ഷയുമാണ്. പുരന്ദരേശ്വരി 2009 മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിലും 2012 വാണിജ്യ വ്യവസായ മന്ത്രത്തിലും സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോൾ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിലെ രാജമണ്ഡ്രിയിൽ നിന്ന് 2.3 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് പുരന്ദരേശ്വരി വിജയിച്ചു കയറിയത്. കേന്ദ്രമന്ത്രിസഭയിൽ ഇത്തവണ പുരന്ദരേശ്വരിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം പുരന്ദരേശ്വരിയെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ടി.ഡി.പി അധ്യക്ഷനായിട്ടുള്ള നായിഡുവിനും വലിയ അലോസരപ്പെടുത്താനിടയില്ല. കാരണം നായിഡുവിൻ്റെ ഭാര്യയുടെ നാരാ ഭുവനേശ്വരിയും പുരന്ദരേശ്വരിയും സഹോദരിയുമാണ്. അവരുടെ സഹോദരിയാണ് പുരന്ദരേശ്വരി വരുന്നതിലൂടെ ടി.ഡി.പിയെ അനുനയിപ്പിക്കാമെന്ന് തന്നെയാണ് ബി.ജെ.പിയും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ടി.ഡി.പി മുന്നോട്ട് വെക്കുന്ന സ്പീക്കർ സ്ഥാനം ടി.ഡി.പിക്ക് ലഭിക്കില്ല. പകരം ആ സ്ഥാനം ബി.ജെ.പി തന്നെ കൈകാര്യം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പി തീരുമാനിക്കുന്ന വ്യക്തിയായിരിക്കും സ്പീക്കറാകാൻ പോകുന്നത്. ഒന്നുകിൽ ബിർള, അല്ലെങ്കിൽ വരാൻ പോകുന്നത് പുരന്ദരേശ്വരി. ദഗുപതി പുരന്ദരേശ്വരിക്കായിരിക്കും സ്പീക്കർ സ്ഥാനം ലഭിക്കാൻ പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്.